ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് പട്ടാമ്പിയിലാണ്. പട്ടാമ്പി നേർച്ചയാണ്. നേർച്ച 111ാമത്തെ പട്ടാമ്പി നേർച്ചയാണ്. നേർച്ചൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിലുണ്ടാവുക. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മളെ വീഡിയോയിലുണ്ടാവും, നമ്മളെ വ്ളോഗിലുണ്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഇപ്പോൾ നമ്മളുള്ളത് പട്ടാമ്പി പാലത്തിലാണ് കേട്ടോ. പട്ടാമ്പി പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഭാരതപ്പുഴൻ്റെ തീരത്ത് ആനകളെങ്ങനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഒരുപാട് ആനകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലോറിയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ബസ്സിലൊക്കെ ആളുകൾ വരുന്ന പോലെ ആനകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാടെണ്ണം ഇങ്ങനെ വരുന്നുണ്ട്. 100ൽ പരം ആനകളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 60 ചില്ലാൻ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഏതായാലും ഇപ്രാവശ്യം 100ൽ പരം ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും അവിടെ പോവാം. അവിടെ ആനകൾ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആനകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ കുളിപ്പിക്കുന്ന കൊടുത്തിട്ടാ. ഏതായാലും നോക്കട്ടെ. ഈ ഒരു ആനൻ്റെ വണ്ടി ഉണ്ടോ, ഒരു പ്രത്യേക ടൈപ്പ്. ഈ വണ്ടി അധികം ആനകൾക്കില്ല കേട്ടോ. ഭാരത് ബെൻസിൻ്റെ വണ്ടിയിലാണ് വരുന്ന ആൾ. സെറ്റപ്പാണ്. ആനൻ്റെ പേരെന്താ? അക്കാവില ഉണ്ടോ ആനൻ്റെ പേര്? ആൾ കുറച്ച് ലേറ്റായി, പക്ഷേ ലേറ്റ് ആയാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആന പോയത് കുളിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോവാം. കൊടിയാറ്റത്തിൻ്റെ കൊടിയെടുക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിത്താര ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു ചെറിയ റോഡുണ്ട്. ആ റോഡിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീട്ടിൽ നിന്നാണ് ആ കൊടിയാറ്റത്തിൻ്റെ കൊടി എടുക്കുകയെന്ന് പറഞ്ഞ് കാലങ്ങളോളമായിട്ട് ഇവർ തന്നെയാണ് ചെയ്യുന്നത് പറഞ്ഞ്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ആ വീടും അവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. അസ്സലാമു അലൈക്കും. നമ്മുടെ 111ാമത്തെ പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു കൊടി കയറ്റുന്ന പാരമ്പര്യമായിട്ട് കാരണന്മാർ കൊണ്ടു നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ കൊടിക്ക് അവകാശപ്പെട്ടത് കരുവാങ്കുഴിയിൽ ഈ മൊയ്തീൻഖാൻ്റെ മകൻ സിദ്ദീഖാണ്. അയാളാണ് ഇത്. അവരാണ് ഈ കൊടി കൊടുക്കപ്പെടുന്നത്. അതേമാതിരി ആ കൊടി ഏറ്റു മേടിക്കാൻ വരുന്നത് പുഴയുടെ അക്കരെ ചാവേറ്റുപട എന്നുള്ള ടീമിനാണ്. അവർക്കാണ് അതിൻ്റെ ഒരു പാരമ്പര്യം. അത് കാരണന്മാരായിട്ടുള്ളതാണ്. ആ ഒരു പാരമ്പര്യം എന്ന് നിലനിർത്തി പോകണം എന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ഞങ്ങളൊക്കെ. അതാണ് ഞങ്ങളും ഇന്നത് നിലനിർത്തി പോണത്. ഇന്നിപ്പോൾ ഇവിടുന്ന് കൊടി കൊടുത്തു കഴിഞ്ഞാൽ ഈ കരുവാങ്കുഴിയിലുള്ള ഒരു കുട്ടിക്കൊരു അവകാശമുണ്ട് ആനപ്പുറത്ത് കയറിയിട്ട് ആ കൊടി ഉയർത്തുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് സിദ്ദീഖിൻ്റെ കാരണവരുടെ മകൻ ഷഫീഖ് ഇവിടെ ഉണ്ട്. അയാളാവും ആ കാര്യം നിർവഹിക്കുക. പിന്നെ പട്ടാമ്പിയിൽ ഒരുപാട് പഴക്കമുള്ള കുറേ കാര്യങ്ങൾ ഈ നേർച്ചയോടനുബന്ധിച്ചുണ്ടായിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ കൊടി കയറുന്ന സമയത്ത്, ഇപ്പോൾ 2-3 വർഷം വരെ മുന്നേ കൂടി ഒരു ചക്കരച്ചോറ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ കൊടി കയറി കഴിഞ്ഞാൽ ആ ചക്കരച്ചോറ് അവിടെ വിതരണം ചെയ്യും. ഇപ്പോൾ അതിൻ്റെ പുറമെ ഈ കൊടി കയറി കഴിഞ്ഞാൽ ഒരു ചീരിന് അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതും നടക്കും. വൈകുന്നേരം എല്ലാ സെറ്റുകളും ഉപ ആഘോഷ കമ്മിറ്റിയോടെ കൂടിയിട്ട് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ വന്ന്
നിരന്ന് നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുലർച്ചെയാണ് നെയ്ത്തന്മാരുടെ പെട്ടി വരുന്നത്. അതോടെ ഈ നേർച്ച അവസാനിക്കുകയും ചെയ്തു.
ഇവർക്കും മികച്ച ആശംസകളോടെ ന്യൂ ഷീഡൻ പ്രൊഡക്ട്സ് കോഴിക്കോട്ടിലെ പട്ടാമ്പി. പരിശുദ്ധമായ പശുവിൻ പാലിൽ നിന്നും നിർമ്മിക്കുന്ന പരിശുദ്ധമായ തൈര്, മോര്, സംഭാരം, വെണ്ണ, നെയ്യ്, പനീർ കൂടാതെ നന്നായി സർബത്തും ഉത്തരവാദിത്തത്തോടുകൂടി കോഴിക്കോട്ടിലെ പട്ടാമ്പി. Bar Streets, Building Materials, Guruvayur Road, Pattambi.
പട്ടാമ്പി നേർച്ചൻ്റെ കൊടിയാറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഒരുപാട് വരവുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആനകളും അതേപോലെ തന്നെ ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കൊടിയാറ്റത്തിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്.